നമസ്കാരം. ശബരിമലയിലെ മകരവിളക്കും കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ആചാര സംരക്ഷണ കോലാഹലത്തിന് കുറേക്കാലം പ്രസക്തി ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. സുപ്രീം കോടതി എന്തു പറയുന്നുവെന്നും നോക്കാം. ശബരിമല വിഷയം ജനങ്ങൾക്ക് മടുത്ത സ്ഥിതിക്ക് വൃത്തിയുള്ള ഒരു പാരിസ്ഥിതിക ചർച്ചയാവാം ഇനി. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. കൊല്ലം ആലപ്പുഴ തീരങ്ങളിലെ കരിമണലിന് വ്യവസായത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുമുണ്ട് പ്രാധാന്യം. കൊല്ലത്തെ ചവറയിലും തിരുവനന്തപുരത്തെ പേട്ടയിലും വേരുകളുള്ള പാർട്ടി എന്നറിയപ്പെട്ടിരുന്ന RSPയുടെ അതികായനായ നേതാവ് ബേബി ജോണിനെ കരിമണലിൻ്റെ പുത്രൻ എന്നാണ് തൊഴിലാളി സഖാക്കൾ വിശേഷിപ്പിച്ചിരുന്നത്. UDF ഭരണകാലത്ത് വ്യവസായ വകുപ്പിൻ്റെ സ്വകാര്യ മണൽ ഖനനത്തെ എതിർത്തതിന് കരിമണൽ ലോബി VM സുധീരനെ ആലപ്പുഴയിൽ തോൽപ്പിച്ചത് മറ്റൊരു കരിമണൽ രാഷ്ട്രീയ ചരിത്രം. ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിൽക്കുമ്പോഴും ഖനനം കാരണം കര ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ആലപ്പാട്ടെ ജനങ്ങൾ സമരരംഗത്ത് വന്നിരിക്കുന്നതാണ് പുതിയ കരിമണൽ വിശേഷം. തീരത്തെ കറുത്ത മണ്ണിൽ കണ്ണുള്ള സ്വകാര്യ ലോബിയാണ് സമരത്തിന് പിന്നിലെന്ന വാദവുമായി വ്യവസായ മന്ത്രിയും രംഗത്ത് വരുന്നു. കൃഷ്ണമൂർത്തിക്ക് ഏറ്റെടുക്കാവുന്ന ജോലിയെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയുണ്ടോ? ഉണ്ട് സാർ, കുറച്ചൊക്കെ. ഇതാണ് കൃഷ്ണമൂർത്തി പോകേണ്ടതും ഒഴിപ്പിച്ചെടുക്കേണ്ടതുമായ വിയറ്റ്നാം കോളനി. കോളനിക്ക് ചുറ്റും കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കമ്പനിയുടെ വകയാണ്. പക്ഷേ കോളനി ഇരിക്കുന്ന ഈ സ്ഥലം അവിടെ കിട്ടാതെ നമുക്കവിടെ കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പറ്റില്ല. 100ഓളം കുടുംബങ്ങളാണ് അവിടെ തിങ്ങി താമസിക്കുന്നത്. എന്ത് ചെയ്തിട്ടും ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്ത പ്രശ്നക്കാരായ 100ഓളം കുടുംബങ്ങൾ. അത് ഈ സമരം നടത്തവർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്ക്. പിന്നെ ആരായി സമരം നടത്തുന്നതന്നെ എനിക്കറിഞ്ഞുകൂടാ. ഈ സമരം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. അതായത് ജനിച്ച മണ്ണിൽ മരിക്കണമെന്നൊരാഗ്രഹം. അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനേ, ഇക്കായൽ കയവും കരയും ആരുടെയുമല്ലൻ മകനേ. പുഴുപുലികൾ പക്കി പരുന്തുകൾ കടലാനകൾ കാട്ടുരുവങ്ങൾ. ജനകീയ സമരമാണെങ്കിൽ മറുവശത്ത് സർക്കാരാണോ വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണോ എന്ന ചിന്തയൊന്നും CPIക്കില്ല. ജനകീയ സമരത്തിനൊപ്പം തന്നെ ശബരിമല വിഷയത്തിൽ പോലും വരാത്ത ഭിന്നത ഇതാ കുറേ കാലത്തിന് ശേഷം കരിമണൽ കൊണ്ടുവരുന്നു. CPIക്ക് മാത്രമല്ല ആലപ്പുഴയുടെ മന്ത്രി G സുധാകരനുമുണ്ട് പറയാൻ ആലപ്പാട്ടെ സമരത്തെക്കുറിച്ച്. കൊല്ലം എത്ര അവർ ഈ അക്രമം തുടങ്ങിയിട്ട് പൊന്നാന്നും പറഞ്ഞല്ലേ അവർ ഞങ്ങളുടെ ഈ മണ്ണ് വരികൊണ്ട് പോണേ. എന്നിട്ട് ഈ മണൽ വാരിൽ നിർത്താനല്ലല്ലോ സർക്കാർ പറയുന്നത്. തെര കയറി ചാവണ്ടെങ്കിൽ ഇവിടുന്ന് മാറി താമസിച്ചോണേ. ഈ കടപ്പുറം വിട്ട് ഞങ്ങൾ എവിടെ പോവാനാ? ചാവുന്നെങ്കിൽ എല്ലാവരും ഇവിടെ കിടന്ന് ചാവട്ടെ. അല്ല, എന്തിനാ സമരം നിനക്ക്? അവർ എന്താണ് ഡിമാൻഡ്? ആലപ്പാട് ദ്വീപുണ്ടാവില്ല, ആലപ്പാട് പ്രദേശം കടലെടുത്ത് പോകുന്നു എന്നുള്ളതാണോ? മൈനിങ് നിർത്തണമെന്നോ? മൈനിങ് നിർത്തിക്കൊണ്ടൊന്നും ഒരു ചർച്ചയില്ല. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? മൈനിങ്ങിനെ ഒന്ന് നിർത്തി ഈ സ്ഥാപനം പൂട്ടിക്കാൻ ഗവൺമെൻറ്റില്ല. 240 തൊഴിലാളികളുടെ ജീവിത മാർഗ്ഗമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാൻ നിൽക്കുന്നവരാണ് ഞങ്ങൾ. പക്ഷെ ജനങ്ങളെ മറന്നിട്ട് ഇത്തരം സംരക്ഷണം എങ്ങനെയാണ് സാധ്യമാകുന്നത്? കഴിഞ്ഞ 6 വർഷത്തെ ഖനനം കൊണ്ട് 3.5 കിലോമീറ്റർ മാറങ്ങര കടപ്പുറം കടൽ വിഴുങ്ങിയിരിക്കുകയാണ്. അവിടെ ഇപ്പൊ കുടിക്കാൻ ശുദ്ധജലമില്ല, കടലിൽ മത്സ്യങ്ങളില്ല, കടൽ സമ്പത്ത് പകുതിയായി. CMC ലിമിറ്റഡിന് സർക്കാർ മൈനിങ് ലീസ് കൊടുത്ത അന്ന് മുതൽ നിർദാക്ഷിണ്യം അവർ ആ പ്രദേശത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ജനങ്ങൾ സത്യത്തിൽ ജീവിക്കാൻ വയ്യാതെ പൊറുതിമുട്ടിയിരിക്കുകയാണ് യുവർ ഓണർ. അവിടെ ഭൂമി നഷ്ടപ്പെടുന്നു, ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ജനുവിനായിട്ടുള്ള പരാതി. അതിനെ സംബന്ധിച്ച് നിയമസഭാ കമ്മിറ്റിയൊക്കെ ചില റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ച് പ്രശ്നങ്ങൾക്ക് ന്യായമായ പരിഹാരമുണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. നരകിച്ചു പൊറുക്കും നിവിടം ഭൂലോകം തിരുമകനെ, കലഹിച്ചു മരിക്കും നിവിടം ഇഹലോകം എൻ തിരുമകനെ. ഈ കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്താണ്. അതിങ്ങനെ കുറച്ചാൾ മുദ്രാവാക്യം വിളിച്ചാൽ അത് ഒന്നും അവസാനിപ്പിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് മൈനിങ് നടക്കും. ഒരു തരത്തിലും ആ സ്ഥാപനത്തെ പൂട്ടിക്കാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല. ഇത് ഇന്ത്യയിലെ ലോകത്തിലെ പ്രശസ്തമായ സ്ഥാപനമാണിത്. ഇതൊക്കെ നിയമങ്ങളുണ്ട് ഈ രാജ്യത്ത്. ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണൽ വിൽക്കാൻ പോണു. നമ്മളൊരു കടലിൽ നിന്ന് ഈ കരിമണൽ അടിച്ച് കടൽ കൊണ്ടിങ്ങോട്ട് അടിച്ച് കയറ്റുകയാണ്.
അതിങ്ങ് വാരിയെടുക്കുകയാണ്. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്, അങ്ങനെ ആക്കണ്ട. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം, കുഴിക്കേണ്ട കാര്യമില്ല. അതിപ്പം അവിടെ കടൽ തരുന്ന ധനം മുഴുവൻ ഇപ്പോഴും അതിൻ്റെ ചെറിയ ശതമാനം മാത്രമേ ഇപ്പോഴും ശേഖരിക്കാൻ കഴിയുന്നുള്ളൂ. തർക്കം വരാൻ കാരണം ഇത് കുഴിക്കുകയാണ്. JCB വെച്ച് കുഴിച്ചെടുക്കുമ്പോൾ അവിടെ തടവായി, കുഴിയായി, പ്രശ്നമായി അല്ലേ? അവിടെ കടൽ, ഇതിനിടയ്ക്ക് ചെറിയൊരു തൊഴുത്ത, ഇവിടെ ഒരു കുഴി അല്ലേ? പ്രശ്നം ഉണ്ടാവാം. അത് അടിയന്തരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. എടാ, പിറന്നത് 2 ഗർഭപാത്രത്തിലാണെങ്കിലും വളർന്നത് നിന്റെ പാത്രത്തെ കൈയിട്ട് വരിയിട്ട. എന്നിട്ട് നീ എന്നെ കമ്പനിയൊന്നും പൂട്ടില്ല. മൈനിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന IRE കമ്പനി പൂട്ടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടൊന്നും നമുക്ക് ആവശ്യപ്പെടാൻ പറ്റില്ല. അവിടുത്തെ തൊഴിലാളികളുടെ ജീവിത പ്രശ്നമാണ്, നാടിൻ്റെ വികസനമാണ്, നമ്മുടെ സമ്പത്താണ്. ഇങ്ങനെ കുറച്ചാൾ മുദ്രാവാക്യം വിളിച്ചാൽ എല്ലാം അടച്ചുപൂട്ടി പോലാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ആണ് ഇത് ഖനനം ചെയ്യാനുള്ള അവകാശം. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള അവകാശമല്ലല്ലോ അത്. ഞാൻ ഒരു കാര്യം, IRE സ്ഥാപനത്തെ ഒരിക്കലും അടച്ചുപൂട്ടാൻ ഗവൺമെൻറ് സമ്മതിക്കില്ല. അതാർക്കെങ്കിലും ഈ KMMൽ IRE പൂട്ടിക്കിടന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും സമ്മതിക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുമോ. ഇത്തരം ജനകീയ സമരങ്ങളിലൊക്കെ CPI എപ്പോഴും ജനങ്ങളോടൊപ്പമാണ്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. കരിമണൽ ഖനനാനുമതി സ്വകാര്യ കമ്പനികൾക്കും അനുവദിക്കാമെന്ന അഭിപ്രായമുണ്ടായിരുന്നു 2001 UDF മന്ത്രിസഭയിലെ വ്യവസായ മന്ത്രിക്ക്. ഇന്നത്തെ സമരത്തിനും ചില മലപ്പുറം ബന്ധമുണ്ടെന്ന് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി കരുതുന്നു. അന്നും ഇന്നും ഖനന വിരുദ്ധനായ VM സുധീരനും അയൽമണ്ഡല MLA ആയ പ്രതിപക്ഷ നേതാവും ആലപ്പാട് സന്ദർശിക്കാനെത്തി. കണ്ട ഒരാൾക്കൂട്ടം കണ്ട ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. തങ്കച്ച സാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ആൾക്കൂട്ടം കണ്ടാൽ നമ്മൾ ഇടപെടണം. മനസ്സിലായോ? അതുകൊണ്ട് ഇടപെടാം. വാ, സമയം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇടപെട്ടാ പോരെ? ഒറ്റ എണ്ണം തരും. പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കണോടാ, ഉണ്ടാക്കി ഇടപെടണം. അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ. ഈ കാണുന്ന പ്രശ്നങ്ങളെല്ലാം തന്നെ പൊട്ടിമുളച്ചാന്ന് എന്റെ വിചാരം. അതൊക്കെ നമ്മുടെ തലപ്പത്തിരിക്കുന്നവർ ഉണ്ടാക്കുന്നതാണ്. ഇനി എന്നെ നോക്കിക്കൊണ്ടിരുന്നോ? വാ ഇങ്ങോട്ട്. നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോടെ. ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാകര, തൃശൂർ, കൊയിലാണ്ടി, സുൽത്താൻ ബത്തേരി, അങ്ങനെ തിരക്കിട്ടൊരു ടൂർ പരിപാടി. ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ച, കേരളം ആദരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ ആക്ഷേപിച്ച മന്ത്രി ദയവായി അദ്ദേഹത്തിൻ്റെ തെറ്റായ പരാമർശം പിൻവലിച്ച് ഇവിടുത്തെ ആളുകളോട് ക്ഷമ പറയുന്നതിൽ തെറ്റില്ല, ക്ഷമ പറയുകയാണ് വേണ്ടത്. അതിനുള്ളൊരു മഹാമനസ്കത അദ്ദേഹം കാണിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തന്നെയുമല്ല, അടിയന്തരമായി ചെയ്യേണ്ടത് ഖനനം നിർത്തിവെക്കുക എന്നുള്ളതാണ്. ഇത്രയും കാലം എവിടെയായിരുന്നു? സർ, ഇതാണ് വഴി. അകത്തേക്കുള്ള വഴി ഇതാണ്. സേഡികളുടെ വഴി ഏതാണെന്ന് സേഡികൾക്കറിയാം. യെസ്, ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്. അത് ഞാൻ അതിനകത്തൊരു രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല. ജനങ്ങളുടെ സമരമാണ്. പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഒരു പ്രദേശത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും അടുപ്പമുള്ളവർ, കാരണം ഇത് അപ്പുറം കഴിഞ്ഞാൽ എൻ്റെ മണ്ഡലമാണ്. അവിടെ ഉള്ളവരാണ് ഒത്തിരി ആളുകൾ ഇവിടെ വിവാഹം കഴിച്ച് വന്നിട്ടുണ്ട്, ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശം ആലപ്പാട്ടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ആർക്ക് പോയി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കാം. ഇനി പ്രതിപക്ഷ നേതാവ് പോയി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയട്ടെ. വിക്രം, മാർക്കറ്റ്, സീ ദി ഡിഫറൻസ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരു ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് ചെയ്യേണ്ടത് ഈ ഇവരുടെ വികാരങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലും മനസ്സിലാക്കാതെ നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിക്കുന്ന നടപടിയോട് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല. അടിയന്തരമായി സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥി. പ്രശ്നം കൂടുതൽ വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ
അനുവദിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുതോ. ഇത്രയും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. തൊട്ടപ്പുറത്തെ MLA എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ അവിടെ ഒരു പാലം പണിയുന്നുണ്ട്. അത് പണി തീർത്തുകൊണ്ടിരിക്കുകയാണ്. വലിയഴീക്കൽ പാലം പണിഞ്ഞാൽ പിന്നെ ആലപ്പാട്ടുകാർക്ക് ആലപ്പുഴയ്ക്ക് പോകാൻ ഞങ്ങളുടെ നാട്ടിലൂടെ ആറാട്ടുപുഴയിലൂടെ കേട്ടോ ചന്ദ്രദാസ്, നിങ്ങൾക്കൊക്കെ വരാം. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. വിശ്വാസ സാമുദായിക പക്ഷത്തായിരുന്നില്ല കർമ്മം കൊണ്ട് AK ആന്റണി എന്നു മാത്രമല്ല, പലപ്പോഴും അവരുടെ മറുപക്ഷത്തായിരുന്നു താനും. ഇപ്പോൾ ദേശീയ നേതാവെന്ന നിലയിൽ ഇന്ത്യ ആകെ സഞ്ചരിച്ചു, പലതും പഠിച്ചു. ശബരിമല വിഷയത്തിൽ പിണറായിക്ക് പിഴച്ചു എന്ന് AK ആന്റണി കരുതുന്നത് ഈ പുതിയ തിരിച്ചറിവിൻ്റെ വെളിച്ചത്തിലാണ്. പിണറായിയുടെ തന്ത്രം പിഴച്ചുവെന്ന് AK കരുതുമ്പോൾ AK ആന്റണിയുടെ നാവാണ് പിഴച്ചത്, അതും പിണറായിയുടെ തന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ. പിണറായി വിജയൻ്റെ മുൻഗണന കൃഷിക്കാരൻ്റെയും വ്യാപാരികളുടെയും പാവപ്പെട്ടവൻ്റെയും അല്ലെങ്കിൽ ടൂറിസ്റ്റ് മേഖലയുള്ളവരുടെയും കച്ചവടക്കാരുടെയും തൊഴിലാളികളുടെയും പ്രളയം മൂലം നഷ്ടപ്പെട്ട വിവിധ ജനവിഭാഗങ്ങളുടെയും കണ്ണിരൊപ്പുന്നതിന് പകരം ഈ കേരളത്തെ കലാഭൂമിയാക്കി കേരളത്തിൽ BJPയെ വളർത്തുക, കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് ദുർബലമാക്കുക, ഒറ്റ ലക്ഷ്യം മാത്രം. ചീരമുള്ള ആടിൻ ചൂട്ടി അടിലും അകിടിൻ ചവിട്ടും ചീരമുള്ള ആടിൻ ഇവിടുത്തെ നല്ല ജളവള ചൂട്ടി അടിലും ഒരു മിനിറ്റ് അകിടിൻ ചവിട്ടും. അതെ, ഈ പച്ചിലും ചാണകമൊക്കെ ഉണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ക്ഷീരമുള്ളവർ അകിടിൻ ചുകട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകമാവും. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. ചോര തന്നെ കൊതുകിന് സൗഹൃദം എന്ന് പറഞ്ഞതുപോലെ BJP വളരട്ടെ, കോൺഗ്രസ് തകരട്ടെ, ദുർബലമാകട്ടെ, ഇതാണ് പിണറായി ലക്ഷ്യം. സുപ്രീം കോടതി വിധിയെക്കുറിച്ചുള്ള AK ആന്റണിയുടെ വിലയിരുത്തൽ. എൻ്റെ വിനീതമായ അഭിപ്രായത്തിൽ ശബരിമല കേസിലെ സുപ്രീം കോടതി വിധി കുറച്ച് എടുത്തുചാട്ടമായിപ്പോയതാണ് എൻ്റെ അഭിപ്രായം. കുറച്ച് ജാഗ്രത കുറവാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ സംഭവിച്ചെങ്കിൽ 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന, ജനവികാരം അറിയാവുന്ന രാഷ്ട്രീയ പ്രവർത്തകർ നയിക്കുന്ന ഗവൺമെൻറ്റുകൾ എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റുകൾ കോടതിയോട് പറയണ്ടേ, ഇത്ര തിടുക്കം പാടില്ല, സാവകാശമാണെന്ന് പറയണ്ടേ? തിരുത്താൻ സമയം വേണ്ടേ? ഉള്ള സമയം കൊണ്ട് നിന്നെ പുകച്ച് പുറത്തിയടിക്കാൻ നോക്കൂ, ഞാൻ പേര് തിരുത്താൻ നോക്കൂ. അദ്ദേഹം പറഞ്ഞു, ആരൊക്കെ എതിർത്താലും സുപ്രീം കോടതി വിധി അതേപടി നടപ്പാക്കും, സാവകാശ ഹർജി കൊടുക്കുന്ന പ്രശ്നമില്ല. അപ്പോഴേ ചാടി വീണ് BJP. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി കാണിക്കേണ്ട മര്യാദ അവർ കാണിച്ചില്ല. കേരള ഗവൺമെൻറ് നടപടിയെടുത്തില്ലെങ്കിൽ കേന്ദ്രം നടപടിയെടുക്കാമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിയമനിർമ്മാണത്തിൽ കൂടിയോ അല്ലെ സുപ്രീം കോടതി സമീപിച്ചോ തൽക്കാലം ആശ്വാസം ഉണ്ടാക്കാതെ അതിന് പകരം അമിത്ഷാ വന്ന് കേൾത്തി പറഞ്ഞു, നിങ്ങൾ ആളി കത്തിച്ചോ, പെട്രോൾ എടുത്തോ, കേരളം കത്തിച്ചോ എന്ന് പറഞ്ഞു. നിർത്തിക്കാൻ അവസരം കൊടുത്തു. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ശബരിമല വിഷയത്തിൽ ഇവിടെ സ്വീകരിച്ചത്. AKയും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റിസ്ക് എടുക്കാൻ കോൺഗ്രസ് പോകാതിരുന്നത്. വികാരങ്ങൾ തണുക്കുമ്പോൾ, രക്തത്തിൻ്റെ ആ ചൂടം തണുക്കുമ്പോൾ, സമാധാനപ്രിയരായിട്ടുള്ള നീതിബോധമുള്ള കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാകും, അവർ അംഗീകരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള ഘടകം UDF എടുത്ത തീരുമാനമാണ് ശരിയായ തീരുമാനം. UDF കൂടി വ്യത്യസ്തമായ നിലപാട് എടുത്തിരുന്നെങ്കിൽ കേരളം പൂർണ്ണമായി കത്തിച്ചാമ്പലാകുമായിരുന്നു. വക്രദൃഷ്ടിയിൽ ഇടവേളയാണ്. രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വിളിക്കാമോ? BJPക്കാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കി പപ്പുവാണെന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാ അവരോട് കോലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ?
എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 വിളിച്ചത് മോശമായി ബി ജെ പിക്കാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കി പപ്പു ആണെന്നൊക്കെ പറഞ്ഞു. ഗോപ ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ താരം രാഹുൽ ഗാന്ധി ആയിരിക്കുമെന്ന കാര്യത്തിൽ AK ആന്റണിക്ക് സംശയമില്ല. പക്ഷെ അത് പറയാൻ BJPക്കാർ പോലും മറന്ന ആ പേര് AK അവരെ ഇങ്ങനെ ഓർമ്മിപ്പിക്കണമായിരുന്നു. ഈ മോഡിയുടെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി, RSSന്റെ അഴിഞ്ഞാട്ടം അവസാനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഒട്ടുക്ക് രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടം. കഴിഞ്ഞ വർഷം BJPക്കാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കി പപ്പു ആണെന്നൊക്കെ പറഞ്ഞു. നീ എന്തിനാ അവരോട് കോവാലാന്ന് പറഞ്ഞു? ഇതായിരുന്നോ കാര്യം? ഞാൻ ഗോപകുമാറല്ലേ? എന്നാലും പെമ്പിള്ളാരുടെ മുമ്പ് വെച്ച് നീ അവനെ കയറി കോവാല 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 വിളിച്ചത് മോശമായി BJPക്കാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കി പപ്പു ആണെന്നൊക്കെ പറഞ്ഞു. ഇനി അങ്ങനെ വിളിക്കൂ? ഇല്ല ഇല്ല, തീർന്നില്ലേ പ്രശ്നം? പപ്പു ആണെന്നൊക്കെ പറഞ്ഞു. ഗോപ ഇനി ആന്റണി പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് നിന്നെ കോവാലാന്ന് വിളിക്കത്തില്ല. എനിക്കറിയാം, അവന്റെ സ്വഭാവം നന്നായിട്ട് കോവാല. പപ്പു എന്ന് പറയാൻ എനിക്കാർക്ക് പേടിയായി തുടങ്ങി. രാഹുൽ ഗാന്ധി വളർന്ന് അനുഭവസഹത്തിൽ കൂടി രാജ്യമാസകൾ സഞ്ചരിച്ച് എല്ലാവരുമായി വർത്തമാനം പറഞ്ഞ് നേടുന്ന പുതിയ അനുഭവത്തിൽ കൂടി അറിവിൽ കൂടി അദ്ദേഹം വളർന്ന് ആകാശം മുട്ട വളരുന്നു. മോഡി വളർന്ന് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തേണ്ടി RDPയുടെ തൊലി ഒരുക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാം. 2019 മാൻ ഓഫ് ദ മാച്ച് രാഹുൽ ഗാന്ധിയാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹം പടയോട്ട് നയിക്കുകയാണ്. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന നടനല്ല, സിനിമാ നടനല്ല രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി പറഞ്ഞാൽ പാലിക്കുമെന്ന് ഈ 3 സ്റ്റേറ്റുകളെ കൊണ്ട് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ച കൊണ്ട് പലരും നടപ്പാക്കാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ നിലയിലാണ്. ഇന്ന് മോഡിക്ക് ശക്തനായ എതിരാളിയായി രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. വീണ്ടും ഇടവേള. കണ്ണന്താനത്തിൻ്റെ പരിപാടി എന്ത്? ഞാൻ പാർട്ടിയുടെ ഒരു വർക്കറാണ്. അപ്പോൾ പാർട്ടി പറയുന്ന എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്യും. അല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതിനൊരു പ്രസക്തിയില്ല. സ്നേഹത്തോടെ ഇത്തിരി ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം കേരളത്തിൽ നിന്നല്ലെങ്കിലും രാജ്യസഭാ അംഗമാണ്. ഇനിയും കാലാവധിയുണ്ട്. പക്ഷേ പത്തനംതിട്ടയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കും എന്ന് കേട്ടിരുന്നു. ഇനി ശബരിമല വിഷയം വന്നതിനാൽ കണ്ണന്താനം പത്തനംതിട്ടയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാവില്ല. മറ്റെവിടെയെങ്കിലും മത്സരിക്കുമോ? ഞാൻ പാർട്ടിയുടെ ഒരു വർക്കറാണ്. അപ്പോൾ പാർട്ടി പറയുന്ന എന്താണോ അതനുസരിച്ച് നമ്മൾ ചെയ്യും. അല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങളുടെ പാർട്ടിയിൽ ഞാൻ എന്ത് തീരുമാനിക്കുന്നു അതിനൊരു പ്രസക്തിയില്ല. സ്നേഹത്തോടെ ഇത്തിരി ആട്ടുങ്ങാട്ടെടുത്ത് ഉണക്കമുന്തിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിന്നോ? വെറുതെ ഒരു മിനിറ്റ്. പോട്ടെ മോളെ. പ്രധാനമന്ത്രി കാണുമ്പോൾ കയ്യിൽ പിടിക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്ന തരത്തിൽ അടുപ്പമുള്ള സീനിയർ നേതാവെന്ന നിലയിൽ ഞാൻ അത്ര സീനിയർ ലീഡറൊന്നുമില്ല. എന്നെക്കാളും സീനിയറായ ധാരാളം ആൾക്കാർ. പ്രോക്സിമിറ്റി മന്ത്രിയായിട്ട് തീർച്ചയായിട്ടും പ്രോക്സിമിറ്റി ഉണ്ടാകണമല്ലോ. അപ്പോൾ ഇതൊക്കെ പാർട്ടി ഒരു സമയത്ത് അവർ തീരുമാനം എടുക്കുന്ന സമയത്ത് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി കേരള ഘടകവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഒരു തീരുമാനം എടുക്കേണ്ടത്. അതിൻ്റെ സമയം വരുമ്പോൾ അവർ പ്രഖ്യാപിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJPയുടെ സാധ്യത. കേരളത്തിൽ ഇതിപ്പോൾ ജനാധിപത്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ആർക്കും അത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ബട്ട് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഞങ്ങളോട് കൂടുതൽ അടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രാവശ്യം തീർച്ചയായിട്ടും നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമെന്ന് മാത്രമല്ല അതിനപ്പുറത്തേക്ക് നമ്മൾ പോകും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. പഴയ പുരോഗമനവാദി IAS കാരനാണല്ലോ. ശബരിമല വിഷയത്തിൽ മന്ത്രി ശരിക്കും വിശ്വാസപക്ഷത്ത് തന്നെയാണോ? എല്ലാം വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ജനാധിപത്യമാണെങ്കിൽ ഇന്നയാൾ ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യും എന്ന് നമുക്ക് വിശ്വാസമുള്ളപ്പോഴാണ് നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യുന്നത്. നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഇന്നയാൾ എൻ്റെ ആളാണ്, എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, ഇതെല്ലാം ഫ്രണ്ട്ഷിപ്പ്. നമ്മുടെ സുഹൃത്തുക്കളാവുന്ന എങ്ങനെയാണ്? അവരെന്നെ ചതിക്കൂല, എന്നെ അറിയാം. അപ്പം നമ്മുടെ ജീവിതത്തിലും ജനാധിപത്യത്തിലും ഭരണത്തിലും എല്ലാം വിശ്വാസമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം.
നന്ദി, നമസ്കാരം.